ഓടുന്ന ബസ്സിൽ കണ്ടക്ടർക്ക് മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ച് തലശ്ശേരിയിൽ ഇന്നും ബസ് സമരം. പ്രതികളെ പിടികൂടാതെ സമരം പിൻവലിക്കില്ലെന്നാണ് ബസ് ജീവനക്കാരുടെ നിലപാട്. ചുരുക്കം ചില ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. വിവരങ്ങളുമായി നിഖിൽ അളവൂർ നമുക്കൊപ്പം ചേരുകയാണ്. നിഖിൽ, ഈ സമരം യാത്രക്കാരെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? ഏതായാലും ഈ തലശ്ശേരി മേഖലയിലെ യാത്ര വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ ബസ് ജീവനക്കാരുടെ സമരം പോയിരിക്കുന്നത്. ഇന്നലെ തലശ്ശേരി ASPയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ചില ധാരണകൾ ഉണ്ടാക്കുകയും ബസ് സമരം പിൻവലിക്കാൻ തീരുമാനം ഉണ്ടാവുകയും ചെയ്തതാണ്. എന്നാൽ മുഴുവൻ പ്രതികളെയും ഈ വിഷ്ണു എന്ന് പറയുന്ന തൊട്ടിൽപ്പാലം തലശ്ശേരി റൂട്ടിലോടുന്ന ബസ്സിലെ കണ്ടക്ടറെ മർദ്ദിച്ച മുഴുവൻ പ്രതികളെയും പിടികൂടാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടേക്കില്ല എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ ജീവനക്കാരുള്ളത്. സവാദ്, വിശ്വജിത്ത് തുടങ്ങിയ പ്രതികൾ ഇവരെ പിടികൂടുന്നത് വരെയും ബസ് സമരം എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ ജീവനക്കാരുള്ളത്. ഇത് തലശ്ശേരി മേഖലയിൽ, അതായത് തലശ്ശേരിയിൽ നിന്ന് വടകര, നാദാപുരം ഭാഗങ്ങളിലേക്ക്, ഒപ്പം തന്നെ കൂത്തുപറമ്പ് ഭാഗത്തേക്ക് എല്ലാമുള്ള ബസ് സർവീസിനെ ഇത് കാര്യമായി തന്നെ ബാധിച്ചിരിക്കുന്നു. ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന സാഹചര്യമാണ്. മറ്റ് യാത്രാമാർഗങ്ങൾ തേടുകയാണ് പലരും ചെയ്യുന്നത്. KSRTC ഉൾപ്പെടെ ചുരുക്കം ചില ബസ്സുകൾ ഉള്ളത് മാത്രമാണ് ഇപ്പോൾ യാത്രക്കാർക്ക് ആശ്രയമായി ഉള്ളത്. ഇന്നലെ ഈ കാര്യത്തിൽ കൃത്യമായി പ്രതികളെ ഉടൻ പിടികൂടും, ബസ് ജീവനക്കാർക്ക് അവരുടെ ജോലി ചെയ്യാനുള്ള സുരക്ഷിതമായ സാഹചര്യം ഒരുക്കും, ഈ ബസ് പാസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കാൻ കൃത്യമായ ഇടപെടൽ ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഒരു തീരുമാനമായതിനു ശേഷമാണ് ഈ സംഘടനാ നേതാക്കളും ഒപ്പം തന്നെ ബസ് ജീവനക്കാരുടെ പ്രതിനിധികളും എല്ലാം ചേർന്ന് ഈ സമരം പിൻവലിക്കാനുള്ള ഒരു തീരുമാനമെടുത്തത്. എന്നാൽ ഇന്നലെ രാത്രി മുതൽ തന്നെ വീണ്ടും ഇത്തരത്തിൽ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ല, ഈ എല്ലാ പ്രതികളെയും പിടികൂടുന്നത് വരെ സമരം തുടരുക എന്നൊരു നിലപാട് ചില ജീവനക്കാർ എടുത്തു. ആ നിലപാട് പിന്നീട് വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടു. അങ്ങനെയാണ് ഇന്ന് വീണ്ടും ഒരു ബസ് സമരം നടക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ജനങ്ങൾ ബുദ്ധിമുട്ടിലാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതേസമയം ഈ പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുന്നു, അവരെ പിടികൂടാനുള്ള ശ്രമം നടക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ വിദ്യാർത്ഥിനിയോട് യാത്രാ പാസ് ചോദിച്ച് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ഈ പെരിങ്ങത്തൂരിൽ വെച്ച് ബസ്സിനകത്ത് കയറി വിഷ്ണു എന്ന് പറയുന്ന കണ്ടക്ടറെ സവാദ്, വിശ്വജിത്ത് തുടങ്ങിയ ആളുകൾ ചേർന്ന് മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ശരി, ഓക്കെ, വ്യക്തമാണ്. നിഖിൽ അളവൂരാണ് വിവരങ്ങൾ നൽകിയത്.